ഹായ് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് തേർഡ് പാർട്ടിയോടൊപ്പം പോയ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി ഉള്ളവർ മാത്രം ഈ റീഡിംഗ് കാണുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം. ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഏസ് ഓഫ് സോർഡ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് കപ്സ്, 9 of cups, 3 of swords, the tower, temperance, 10 of cups. അപ്പോൾ ഇത്രയും കാർഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം. ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു വാല്യൂയും തരാതെ തേർഡ് പാർട്ടിയോടൊപ്പം പോയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഈ തേർഡ് പാർട്ടിയുടെ വാക്കുകൾ ഈ ഒരു വ്യക്തി ഒരുപാട് വിശ്വസിച്ചതായിട്ടും അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ ആ ഒരു വ്യക്തിയുടെ വാക്കുകൾ ഒരുപാട് സ്വാധീനിച്ചതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തികച്ചും ദുഷ്കരമായ ഒരു യാത്രയാണ് ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം ഉള്ളതെന്ന് ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചിരുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. തേർഡ് പാർട്ടിയോടൊപ്പം പോയ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിക്ക് പല കാര്യങ്ങളോടും അഡിക്ഷൻ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക്. അതുപോലെ തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് അവർ വളരെയധികം വേദനിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കാനുള്ള ധൈര്യം ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്കില്ല എന്നാണ് കാണിക്കുന്നത്. തിരിച്ച് നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ ഒരിക്കലും ഇവരെ സ്വീകരിക്കില്ല എന്നിവർ വിശ്വസിക്കുകയും അതുപോലെ തന്നെ ഭയപ്പെടുകയും ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയോടൊത്ത് ഒരു വേർപിരിയൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഇവിടെ ഒരു ടവർ കാർഡ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ അവർ തമ്മിൽ ഒരു തകർച്ചയാണ് കാണുന്നത്. ഒരു വേർപിരിയൽ തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ദൈവമായിട്ട് തന്നെ ഒരു തകർച്ച ഇവിടെ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു നഷ്ടം തന്നെ, നഷ്ടമെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള നഷ്ടം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിക്ക് ധനനഷ്ടമൊക്കെ സംഭവിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ തമ്മിൽ ഉടൻ കാണുമെന്നിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഇവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് വേദനകൾ അനുഭവിച്ച ശേഷം പതിയെ സാധാരണ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ജീവിതാനുഭവങ്ങൾ നിങ്ങളെ മാറ്റിയെടുത്തതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഉടൻ തന്നെ കാണാൻ പോകുന്നു. അതുപോലെ തന്നെ ഒരുമിച്ച് വീണ്ടും ഒരു ലൈഫ് നിങ്ങളോടൊത്ത് വേണമെന്ന് ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നു. ഈ ഒരു വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നൊക്കെ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ഒരു മാറ്റം ഇവിടെ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ട്രാൻസ്ഫർമേഷൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി തിരിച്ചു വന്നാലും നിങ്ങൾക്ക് ആശയക്കുഴപ്പമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ ഇനി വിശ്വസിക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങൾക്കരികിലേക്ക് ഉടൻ വരുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് നേരെ വെച്ച് നീട്ടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സ്വീകരിക്കണമോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്